എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നല്ല ചൂട് കാലം, പിന്നെ കുറച്ച് ലോക്ക്ഡൗണിൻ്റെ ഒക്കെ ഒരു ഇതിലിരിക്കുകയായിരിക്കില്ലേ. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ഒരു റെസിപ്പിയാണ് ഇന്നും വന്നത്. ഒരു സിമ്പിളായിട്ടുള്ളൊരു കേർഡ് റൈസും കൂടാതെ ഒരു ഗാർലിക് പൊട്ടറ്റോവും ഞാൻ പലതരത്തിൽ ഉണ്ടാക്കാറുണ്ട്. ഇതൊരു ചെറിയൊരു രീതിയിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഈ ചൂടുകാലത്തിന് പറ്റിയൊരു സമ്മറിന് പറ്റിയൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കൂ. കേർഡ് റൈസ് പലതരത്തിൽ ഉണ്ടാക്കട്ടോ. ഇതൊരു തട്ടിക്കൂട്ട് കേർഡ് റൈസാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ വേണം നമുക്കിതിലുള്ള സാധനങ്ങൾ വറുക്കാനായിട്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായി ഒന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ബാക്കി സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പ്, ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്നപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കടിക്കുന്നത് നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു 3 കൊണ്ടാട്ടമുളകാണ് ഇട്ട് കൊടുത്തത്. അത് വറുത്തതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ ഈ എണ്ണയിൽ അത് വറുക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഫ്രൈ ആയി കിട്ടില്ല. കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൊണ്ടാട്ടമുളകിന് പകരം നിങ്ങൾക്ക് പച്ചമുളകൊക്കെ ഇടാം. ഞാൻ കുറച്ച് പച്ചമുളകും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ്. ഒരു 1/4 കപ്പോളം ക്യാരറ്റ് കുഞ്ഞ പീസായിട്ട് കേട്ടോ. അതുപോലെ 1/4 കപ്പ് ബീൻസും ഇട്ട് കൊടുക്കാം. എല്ലാം തിന്നായിട്ടാണ്, ഫൈൻലി ചോപ്ഡാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇതിനെ ഒന്ന് നമുക്ക് വഴറ്റി യോജിപ്പിക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം ഇത് കേർഡ് റൈസ്. നിങ്ങൾക്ക് അധികം കുക്ക് ചെയ്യാനൊന്നും ടൈമില്ലെങ്കിൽ ഈസിയാണ്. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചപ്പോൾ ഇതെല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ചോറ് ചേർത്തി കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ ഉപ്പിട്ട് വേവിച്ച ചോറാണ്. ചില ആൾക്കാർ ഈ ചോറിൽ നമ്മൾ പാലൊഴിച്ച് കുക്കറിലിട്ടിട്ട് നന്നായി മാഷ് ചെയ്തിട്ടുള്ള രീതിയിലും വേവിച്ചെടുക്കാം. ഇത് ഇങ്ങനെ വേണമെങ്കിൽ നമുക്കിത് വറുത്തിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ഒരു സിമ്പിളായിട്ടുള്ള ഒരു റൈസ് ആയിട്ടും കഴിക്കാം. ബാക്കി ചോറുള്ള സമയത്ത് അടിപൊളി ഉപ്മാവ് പോലെ ഉണ്ടാകുന്നത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം മിക്സായി ഇതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് തൈര് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് ചേഞ്ച് ആവും. ഇതൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ലിറ്റർ തൈരാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതധികം പുളിയുള്ള തൈരല്ല ഇട്ട് കൊടുക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് പോസ് ചെയ്തിട്ട് മിക്സിയിലിട്ടൊന്ന് പോസ് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് മിക്സ് ചെയ്യാനും പറ്റും. ഇതിപ്പോൾ ഇതാ നന്നായി ഒന്ന് അതിനെ മിക്സ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് അതിനൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നന്നായി മിക്സായി വരുന്നുണ്ട് കണ്ടോ. നമ്മൾ കാണുമ്പോൾ അത് മതിയാവില്ല എന്ന് തോന്നും. അപ്പോൾ പുളി കൂടുതലാണെങ്കിൽ നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിടണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം മിക്സായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും കൂടി മിക്സാക്കി വയ്ക്കാം. ഇതൊരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് പോയിട്ട് ഗാർലിക് പൊട്ടറ്റോയും കൂടി ഉണ്ടാക്കാം. ഗാർലിക് പൊട്ടറ്റോ ഇതിൻ്റെ കൂടെ ഒരു സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. കേർഡ് റൈസിൻ്റെ കൂടെ ഒരു കൂൾ ലഞ്ചിന് പാകത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാം. ഇതൊന്ന് സെറ്റ് ആവട്ടെ. ഗാർലിക് പൊട്ടറ്റോ ഇതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂണോളം ഓയിലുണ്ട്. ഒരു 3 ടീസ്പൂൺ ഗാർലിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗാർലിക് പൊട്ടറ്റോ നല്ല വിളിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഗാർലിക് നന്നായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗാർലിക് ഒന്ന് നന്നായി സോട്ടായി വരട്ടെ. ഇനി അതിലേക്ക് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. അത് വേവിച്ചിട്ടില്ല കേട്ടോ. വേവിക്കാതെ നീളത്തിൽ കട്ട് ചെയ്തതാണ്. ഇത് വേണമെങ്കിൽ ചെറിയ ചെറിയ ക്യൂബുകളായിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഓയിൽ ഉണ്ടെങ്കിൽ ഇത് നന്നായിരിക്കുള്ളൂ റെസിപ്പി. അത് പറഞ്ഞ് ഒരുപാട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ട. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഇത് കുറച്ച് ഒരു ഇതിലാണ്. അപ്പോൾ ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലിയും ഒരു 1/2 ടീസ്പൂണോളം നമുക്ക് നോർമൽ ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്ത് നന്നായി അതിനെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാറ്റിയിട്ട് അടച്ച് വയ്ക്കാം നമുക്ക്. മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഇങ്ങനെ തന്നെ ഇരുന്ന് കുക്കാവും കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇത് അധികം സമയമൊന്നും എടുക്കില്ല. നമ്മളിപ്പോൾ കേർഡ് റൈസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇത് അവിടെ വെച്ച് കഴിഞ്ഞാൽ കുക്കാവും. ഇത് അടച്ച് വയ്ക്കാം. ഒരു 10 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇത് ഇതാ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം കുക്കായിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ട്. എരിവൊക്കെ കൂടുതൽ വേണ്ടവർക്ക് നല്ലോണം എരിവിടാം. ഇനി ഇതിനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഞാനൊരു 10-15 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ അങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ താഴ്ഭാഗമൊക്കെ നന്നായി ഒന്ന് ക്രിസ്പി ആയി കിട്ടും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഷേപ്പിന് പകരം ഒരു ക്യൂബായിട്ട് ചെറിയ ചെറിയ ക്യൂബുകളായിട്ടും ഉണ്ടാക്കാം. അത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ടോസ്റ്റ് ചെയ്യാനും ഈസി ആയിരിക്കും. ഇപ്പോൾ ഇതിങ്ങനെ തുറന്നിരിക്കട്ടെ ഒരു 5 മിനിറ്റ്. കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗാർലിക് പൊട്ടറ്റോവും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലൊരു ഗാർലിക്കിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഗാർലിക് പൊട്ടറ്റോവും നമ്മുടെ റെഡി. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് ഇതായിരുന്നു. ഗാർലിക് പൊട്ടറ്റോവും കേർഡ് റൈസും ഒക്കെ കൂടിയിട്ട് ഒരു സൂപ്പർ ലഞ്ച്. അപ്പം ഞങ്ങളിതാ സെർവ് ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ്.
കണ്ടോ, തൈരൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ. അതിലാവശ്യത്തിന് കുറച്ച് ലൂസി ആയിരിക്കുമ്പോഴാണ് നമുക്ക് കേർഡ് റൈസ് കഴിക്കാനൊരു ഇഷ്ടം വരിക. പിന്നെ അതിൽ ആ കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പൊക്കെ കടിക്കുന്നതൊക്കെ സൂപ്പറായിരിക്കും. അങ്ങനെ സിമ്പിളായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അധികം കുക്ക് ചെയ്യാനൊന്നും മൂടില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇതുണ്ടാക്കാം. കേർഡ് റൈസ് ഇഷ്ടമില്ലാത്ത കുട്ടികളാണ് എങ്കിൽ നമുക്ക് കേർഡ് റൈസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് കൊടുക്കാം. ഇത് കരിവേപ്പിൻ്റെ ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പിയും ഞാൻ ഷെയർ ചെയ്യാം. നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഞ്ച് തന്നെയാണ് ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.